അപ്പൊ ഈ ഘട്ടത്തിൽ ഈ മുനമ്പൊക്കെ ഇങ്ങനെ സജീവമായി നിൽക്കുമ്പോൾ ഈ ക്രിസ്ത്യൻ മൈനോറിറ്റി വോട്ടുകൾ അത് എവിടേക്ക് പോകുന്ന ഒരു ആശങ്ക പ്രത്യേകിച്ചും പാലക്കാട് ഏതാണ്ട് ഒരു 10,000-ലധികം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. ഈ വോട്ട് ഉറപ്പിച്ചു നിർത്താനാണ് ഇപ്പോ UDF ആയാലും BJP ആയാലും ഒക്കെ തന്നെ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു ശ്രമം ഇന്ന് UDFന്റെ ഭാഗത്തുനിന്ന് കേരള കോൺഗ്രസിന്റെ MLA മോൻസ് ജോസഫ് ഇന്ന് പാലക്കാട് ബിഷപ്പിനെ പോയി കണ്ടു, അദ്ദേഹവുമായി സംസാരിച്ചു. ഈ ചർച്ച തീർത്തും വിജയമായിരുന്നു എന്നാണ് മോൻസ് പറയുന്നത്. എന്തായിരുന്നു ഈ ചർച്ച? അത് പോസിറ്റീവായിരുന്നു. UDF ജയിക്കണം, അതിന് ഞങ്ങൾ തീർച്ചയായിട്ടും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മുനമ്പം വകുപ്പ് വിഷയം പ്രധാനമായും ഈ പാലക്കാടും നല്ല രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട് BJP. അതിനൊരു ഇടനില എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മോൻസ് ഈ ബിഷപ്പുമായിട്ട് സംസാരിച്ചത്. മുനമ്പത്തെ ഭൂമി ആ മനുഷ്യർക്ക് തന്നെ അവകാശപ്പെട്ടാണ്. അപ്പോൾ ഇങ്ങനൊരു നിലപാട് പറയുന്നത് കേരളത്തിന്റെ മതേതരത്വ സമീപനമാണ്. ആ നിലപാട് പറയുന്നതിനിടയിൽ പിന്നെ BJP ഇതിനിടയ്ക്ക് വേറൊരു മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നത് നിർഭാഗ്യകരമാണ്. അല്ല, ഇവിടുത്തെ സ്ഥാനാർത്ഥി മുനമ്പം സമരത്തിൽ ഐക്യദാർഢ്യ പ്രഖ്യാപനവുമായി അങ്ങോട്ട് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, അതിപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും പോലും ഞങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് അതിനൊന്നും കാണുന്നില്ല. കേരളം എന്ന് പറയുന്ന പ്രബുദ്ധമായ ഈ സംസ്ഥാനത്ത് ഇത്തരത്തിലുണ്ടാകുന്ന വൈകാരികമായി ഒരു ഇഷ്യൂവിൻ്റെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആളുകൾ മാറി ചെയ്യുന്ന ഒരു രീതിയൊന്നും പ്രകടിപ്പിക്കുമെന്ന് കരുതാൻ കഴിയില്ല. എന്തായാലും ഇവിടുത്തെ ക്രിസ്ത്യൻ വോട്ടുകൾ മുഴുവനായിട്ടും UDFന് സമാഹരിക്കാൻ പറ്റും. അതിൽ വേറെ ആശങ്ക ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ്. എല്ലാവരുടെയും വോട്ട് കിട്ടിയാലേ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമം UDF എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമം നടക്കുന്നു. അതിൻ്റെ ഭാഗമാണ് ഞങ്ങളുടെ സ്ക്വാഡ്. പ്രശാന്ത് കുൻശ്ശേരിക്കൊപ്പം ഹാത്തിഫ് മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.